വെൽക്കം. റഹ്മാനാണ്. ബ്ലഡ് വെസൽസ് പാത്തോളജിയിൽ ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതീറോസ്ക്ലീറോസിസ് ആണ്. സോ അതീറോസ്ക്ലീറോസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയണം, പാത്തോഫിസിയോളജി നമുക്ക് പറയണം, സ്റ്റേജസ് ആൻഡ് ടൈപ്സ് നമുക്ക് പറയണം, ദെൻ ഇറ്റ്സ് ക്ലിനിക്കൽ എഫക്ട്സ്. സോ ഇത്രയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇതെല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പറയേണ്ടത് വിവിധ തരത്തിലുള്ള ആർട്ടീരിയോസ്ക്ലീറോസിസ് കണ്ടീഷൻസിനെ പറ്റി പറയാം. സോ ഇതൊരു ജനറൽ ടേം ആണ് ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ആർട്ടീരിയോ എന്ന് വെച്ചാൽ എന്താ? ആർട്ടീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറി, സംതിങ് റിലേറ്റഡ് ടു ആർട്ടറീസ്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തവുമായിട്ട്, ഓക്സിജൻ നിറഞ്ഞ രക്തവുമായിട്ട് പോകുന്ന രക്തക്കുഴലുകൾ, ധമനികളാണ് ആർട്ടറീസ്. അപ്പോൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ആണ്. തിക്കനിങ് ഉണ്ട് ആൻഡ് ഹാർഡനിങ് ഓഫ് ബ്ലഡ് വെസൽസ് ഓർ ആർട്ടറീസ്. സോ ആർട്ടീരിയൽ വാൾ തിക്കൻഡ് ആകുന്നു, അതിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ആർട്ടറീസ് കുറഞ്ഞു. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് വരുമ്പോൾ അത് രക്തക്കുഴലുകൾ കട്ടി കൂടുകയും അത് വികസിക്കാനുള്ള ശേഷി കുറയുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ആർട്ടീരിയോസ്ക്ലീറോസിസ് കണ്ടീഷൻസ്. സോ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ബ്ലഡ് വെസൽ ലയേഴ്സ് എന്ന് പറയാം. ബ്ലഡ് വെസൽസ്, ഇതൊരു ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതിലൂടെ, ഈ ഉള്ളിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നതെങ്കിൽ ഇത് ഏറ്റവും എൻഡോത്തീലിയൽ സെൽസ് ആണ് ഈ ലെയർ ഉള്ളത്. ഇതിന് ചുറ്റും സബ് എൻഡോത്തീലിയൽ സ്പേസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ലെയറിനെ നമ്മൾ വിളിക്കുക ട്യൂണിക്ക ഇൻറ്റിമയാണ്. സോ ട്യൂണിക്ക ഇൻറ്റിമയാണ് ഇന്നർ. പിന്നെ അതിന് ചുറ്റും നമുക്ക് സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ട്. സ്മൂത്ത് മസിൽ സെൽസ് ഉള്ള ലെയർ എന്ന് പറയുമ്പോൾ അത് ട്യൂണിക്ക മീഡിയ ആണ്. പിന്നെ ട്യൂണിക്ക അഡ്വന്റീഷ്യ, ഇതാണ് ലെയർ. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. സോ ഈ ആർട്ടീരിയോസ്ക്ലീറോസിസ് 4 പാറ്റേൺസ് ഓർ 4 തരമുണ്ട്, 4 പാറ്റേൺസ്. അപ്പൊ അതിൽ ആദ്യത്തേത് ആർട്ടീരിയോലോ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ ഇത് ആർട്ടീരിയോലോ എന്നാണ് പറയുന്നത്. അപ്പൊ ബാധിക്കുന്നത് ആർട്ടീരിയോൾസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോൾ ചെറിയ ആർട്ടറിയെ ബാധിക്കുന്ന കണ്ടീഷൻ. ആൻഡ് ഇത് 2 തരമുണ്ട്. ഈ 2 കണ്ടീഷൻസിലും കാര്യമായിട്ട് ഇന്റിമയെ ബാധിക്കുന്നില്ല, പക്ഷെ ലൂമിനൽ തിക്നെസ് ഒക്കെ കുറച്ച് നാരോഡ് ആവുന്നുണ്ട്, പക്ഷെ ഇന്റിമയിൽ കാര്യമായിട്ട് ബാധിക്കുന്നു. സോ ആദ്യത്തേത് ഹയാലിൻ ആർട്ടീരിയോസ്ക്ലീറോസിസ് ആണ്. ഹയാലിൻ ആർട്ടീരിയോസ്ക്ലീറോസിസ് ആണ്. രണ്ടാമത്തേത് ഹൈപ്പർപ്ലാസ്റ്റിക് ആർട്ടീരിയോസ്ക്ലീറോസിസ്. സോ 2 കണ്ടീഷനും ഹൈപ്പർടെൻസീവ് വാസ്കുലോപ്പതി ആയിട്ട് ബന്ധപ്പെട്ട് ബി പി കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആദ്യത്തേത് സാധാരണയിൽ അധികം ഉയർന്ന ബ്ലഡ് സമ്മർദ്ദം, രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, അതായത് ഒരു 140 to 160 അല്ലെങ്കിൽ 200 താഴെ, ബിലോ 200 സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ തുടർച്ചയായിട്ടുണ്ടെങ്കിലാണ് ബിനൈൻ ഹൈപ്പർ ടെൻഷനിലൊക്കെയാണ്. സോ ഇവിടെ ബ്ലഡ് വെസൽ വാളിനകത്തേക്ക് പ്ലാസ്മ പ്രോട്ടീൻസ് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. സോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹയാലിൻ ഡെപ്പോസിഷൻ ചെയ്യുമ്പോൾ ഇത് ഇന്റിമയാണെങ്കിൽ, വീണ്ടും ഞാൻ വരയ്ക്കുകയാണ്, ഇന്റിമയാണെങ്കിൽ ഇവിടെ ഒരു പിങ്ക് കളർ, ഹിസ്റ്റോപത്തോളജി നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് കളർ ലെയറിന് ചുറ്റും ഇങ്ങനെ കാണുന്നതാണ് ഹയാലിൻ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയും. രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പർപ്ലാസിയ ആണ്. ഇതിനകത്ത് സ്മൂത്ത് മസിൽ ആണ് ഹൈപ്പർപ്ലാസിയ. ഹൈപ്പർപ്ലാസിയ എന്ന് വെച്ചാൽ വളർച്ച കൂടുതലാണ്. തുടർച്ചയായിട്ട് അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, സോ ഇതിനകത്ത് ഭയങ്കര പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ ട്യൂണിക്ക മീഡിയയിൽ ഹൈപ്പർപ്ലാസിയ. ട്യൂണിക്ക മീഡിയയിൽ എന്താ ഉള്ളത്? ട്യൂണിക്ക മീഡിയയിൽ നമ്മൾ പറഞ്ഞത് സ്മൂത്ത് മസിൽ സെല്ലാണ്. ഇത് കൂടുതലായിട്ട് വളരും, നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, ഹൈപ്പർപ്ലാസിയ ഉണ്ടാകുന്നു. സോ സിസ്റ്റോളിക് ഇത് 200-ലധികം വരുമ്പോഴാണ് സംഭവിക്കുക. മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻസിലാണ് ഇത് ഉണ്ടാകുക. ട്യൂണിക്ക മീഡിയയിൽ സ്മൂത്ത് മസിൽസിന്റെ എണ്ണം വർദ്ധിച്ചിട്ട് ഒരു കോൺസെൻട്രിക് ലെയർ, ഇതൊരു കോൺസെൻട്രിക് ലെയർ പോലെ ഈ സ്മൂത്ത് മസിൽ സെൽ ഇങ്ങനെ ഇരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒനിയൻ സ്കിന്നിങ് എന്നാണ് പറയുക. ഒനിയൻ സ്കിന്നിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയല്ല സവാള, അതേപോലെ ഇരിക്കും. ഒനിയൻ ലെയേഴ്സ് പോലെ ലാമിനേറ്റഡ് ആയിട്ട് സ്മൂത്ത് മസിൽസ് കാണും. സോ ഇതുമൂലം ഈ ലൂമൻ ഒബ്ലിറ്ററേഷൻ ഉണ്ടാകും. ഇനി ഇതല്ലാതെ ബ്ലഡ് വെസൽ പാത്തോളജിയിൽ നമ്മൾ ആർട്ടീരിയോസ്ക്ലീറോസിസ് അല്ലാതെ പറയുകയാണെങ്കിൽ നെക്രോട്ടൈസിങ് ആർട്ടീരിയോസ്ക്ലീറോസിസ് കണ്ടീഷൻ ഉണ്ട്. അവിടെ നെക്രോസിസ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, ദെൻ ന്യൂട്രോഫിൽസ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ട്യൂണിക്ക മീഡിയയിലും അഡ്വന്റീഷ്യൻസിലൊക്കെ ഹയാലിൻ ചേഞ്ചസ് കാണാം, ഫൈബ്രനോയിഡ് ഡെപ്പോസിഷൻസ് ഡ്യൂ ടു സെൽസ് ഒക്കെ കാണാം, ഡെത്ത് ഓഫ് സെൽസ് ഒക്കെ കാണാം. പിന്നെ ഉള്ളത് നമ്മളുടെ സെനൈൽ ആർട്ടീരിയോസ്ക്ലീറോസിസ് ആണ്. സെനൈൽ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന എലാസ്റ്റിസിറ്റി ഒക്കെ കുറയുന്ന കണ്ടീഷനാണ്, പ്രായം ആണ് പ്രശ്നം. ഇനി വേറൊരു പാറ്റേൺ ഓഫ് ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്, ഇനി ആർട്ടീരിയോസ്ക്ലീറോസിന്റെ രണ്ടാമത്തെ ഒരു പാറ്റേൺ ഞാൻ പറയുന്നത് മോങ്കിബർഗ്, MONCKE, മോങ്കിബർഗ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. സോ ഇത് മീഡിയൽ കാൽസിഫിക് സ്ക്ലീറോസിസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. മീഡിയൽ കാൽസിഫിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാൽസിഫിക്കേഷൻ ആണ്. സോ ഒരു പ്രായമാകുമ്പോൾ 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് മസ്കുലാർ ആർട്ടറീസിൽ കാൽഷ്യം വന്ന് അങ്ങ് അടിയാണ്. കാൽഷ്യം വന്ന് നോർമൽ ലൂമൻ തന്നെയാണ്, നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണ്, ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല. പക്ഷേ ട്യൂണിക്ക മീഡിയയിൽ കാൽസിഫിക്കേഷൻ നടക്കുന്നത് ഏത് ടൈപ്പ് കാൽസിഫിക്കേഷൻ ആണ്? ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണ്. ഇതാണ് ഓർത്തിരിക്കേണ്ടത്, ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണ്. പ്രത്യേകിച്ച് ക്ലിനിക്കൽ കോൺസിക്വൻസ് ഒന്നുമില്ല. സോ ഇതൊരു പ്രശ്നമില്ലാത്ത കേസാണ് മോങ്കിബർഗ് ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് ആർട്ടീരിയോസ്ക്ലീറോസിസ് മൂന്നാമത്തെ കണ്ടീഷൻ ഈസ് ഫൈബ്രോമസ്കുലാർ ഇന്റിമൽ ഹൈപ്പർപ്ലാസിയ ആണ്. ഇന്റിമൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതും മസ്കുലാർ ആർട്ടറീസിലാണ്, ആർട്ടീരിയോൾസിലും വലിയ ആർട്ടറീസിലൊക്കെയാണ് സംഭവിക്കുക. ആൻഡ് ഇത് സംഭവിക്കുന്നതിന് കാരണം എന്ന്
എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ് പ്രധാനപ്പെട്ട കാരണം. ഇൻഫ്ലമേഷൻ ഇപ്പോൾ ആർത്രൈറ്റിസ് ആർട്ടറിയുടെ ഇൻഫ്ലമേഷൻ ആണ്, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് അസോസിയേറ്റഡ് ആർത്രൈറ്റിസ് ആകാം, ട്രാൻസ്പ്ലാന്റ് അസോസിയേറ്റഡ് ഇപ്പോൾ മെക്കാനിക്കൽ ഇഞ്ചുറി ഒക്കെ ആണ്, ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിൽ സ്റ്റെന്റ് പ്ലേസ്മെന്റ് അതൊക്കെ മൂലമായി. സോ ഇതൊരു ബേസിക്കലി ഹീലിംഗ് റെസ്പോൺസിന്റെ ഭാഗമാണ്. ചിലപ്പോൾ സ്റ്റെന്റ് റീസ്റ്റനോസിസ് ഒക്കെ കാരണമാകാം, അല്ലെങ്കിൽ ഈവൻ ട്രാൻസ്പ്ലാന്റ് ഫെയിലിയർ ഒക്കെ സംഭവിക്കും. സോ ഇവിടെ ഫൈബ്രോമസ്കുലാർ ഹൈപ്പർപ്ലാസിയ ഉണ്ടാകുന്നത് ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക ഇൻറ്റിമ. അവിടെ നടക്കാൻ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആൻഡ് അവിടെ കോൺസെൻട്രിക് ആയിട്ട് ഫൈബ്രോമസ്കുലാർ ഹൈപ്പർപ്ലാസിയ ആണ് ഉണ്ടാകുക. ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേഷൻ പക്ഷേ ഇവിടെ തൊട്ടടിയിലുള്ള സബ് എൻഡോത്തീലിയൽ ഭാഗത്തുണ്ടാകാം. ദെൻ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ ലെയർ അഡ്വെന്റീഷ്യൽ ലെയറിലും ഒക്കെ ഉണ്ടാകാം. സോ ഇത് മൂന്നുമാണ് ആദ്യത്തെ മൂന്നെണ്ണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതല്ല ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത് നാലാമത്തെ കണ്ടീഷനാണ് അത്തീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതാണ് മോസ്റ്റ് കോമൺ. അത്തീറോസ്ക്ലീറോസിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. ക്ലിനിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഓൾസോ ഇതാണ്. കൊറോണറി ആർട്ടറി ഡിസീസസ് പോലെയുള്ള പ്രധാനപ്പെട്ട അസുഖമൊക്കെ വരുത്തുന്നതിന് കാരണം അത്തീറോസ്ക്ലീറോസിസ് ആണ്. സോ അത്തീറോസ്ക്ലീറോസിസിൽ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് അത്തീറോ ആണ്, രണ്ട് സ്ക്ലീറോസിസ്. എന്താണ് അത്തീറോ? അത്തീറോ മീൻസ് ഗ്രൂവൽ ആണ്. ഗ്രൂവൽ എന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിയുടെ വെള്ളം പോലത്തെ സംഭവം, കൊഴുപ്പ് പോലെയുള്ള സംഭവമാണ് ഗ്രൂവൽ. പോറിച്ച്. സ്ക്ലീറോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിക്കനിങ് ആൻഡ് ഹാർഡനിങ്. സോ ഏത് തരം ബ്ലഡ് വെസലിനെയാണ് ഇത് ബാധിക്കുക എന്ന് വെച്ചാൽ മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് മസ്കുലാർ ആർട്ടറീസിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്തീറോസ്ക്ലീറോസിസ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം ബേസിക് പാത്തോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ ട്യൂണിക്ക ഇൻറ്റിമൽ ബേസ്ഡ് ആണ്. ട്യൂണിക്ക ഇൻറ്റിമ നമ്മൾ പറഞ്ഞു, ഇതാണ് ട്യൂണിക്ക ഇൻറ്റിമ. ഇത് എൻഡോത്തീലിയൽ സെൽസ് ആണ്, ചുറ്റും സബ് എൻഡോത്തീലിയൽ സ്പേസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. ഇൻറ്റിമയിലെ എൻഡോത്തീലിയൽ സെൽസിന് ക്രോണിക് ഇഞ്ചുറി, ഇതിന് ഇഞ്ചുറി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് പല ഭാഗങ്ങളായിട്ട് പറയാം. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അത്തീറോസ്ക്ലീറോസിസ് ഇസ് ആൻ ഇന്റിമൽ ബേസ്ഡ് പ്രോസസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദർ ഈസ് തിക്കനിങ് ഉണ്ട്. തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓർ നാരോവിങ് ഓർ മീഡിയം ആൻഡ് ലാർജ് സൈസ് ബ്ലഡ് വെസൽസ് ആർട്ടറീസ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു അതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാം. ആൻഡ് ദർ ഈസ് സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ആൻഡ് പ്ലേഗ് ഡെപ്പോസിഷൻ. സോ ഇവിടെ ഫാറ്റ് ആൻഡ് പ്ലേഗ് ഡെപ്പോസിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. സോ അതിന് വേറൊരു പേര് എന്ന് പറയുന്നത് ഫൈബ്രോ ഫാറ്റി പ്ലേഗ് ആണ്. ആൻഡ് ഇതിന് വേറൊരു പേരുണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്തീറോമാസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അത്തീറോമാറ്റസ്, അല്ലെങ്കിൽ അത്തീറോസ്ക്ലീറോട്ടിക് പ്ലേഗ്, അത്തീറോമാറ്റസ് പ്ലേഗ് എന്നും നമുക്ക് വിളിക്കാം. സോ ഇങ്ങനെ പല പേരുകളുണ്ട്. സംഭവം ഇതാണ്. ആൻഡ് ദിസ് പ്ലേഗ്, ഇങ്ങനെയുണ്ടായ പ്ലേഗ് ഇത് പ്രൊട്രൂഡ് ചെയ്യാണ് ഉള്ളിലേക്ക്, ലൂമന്റെ അകത്തേക്ക്, വാസ്കുലാർ ലൂമന്റെ അകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് അടയാണ്. ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള സ്ഥലം കുറയും. അപ്പോൾ വിവിധ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സോ ബേസിക്കലി പേറ്റൻസി ഓഫ് ദ ബ്ലഡ് വെസൽ ലൂമൻ നഷ്ടപ്പെടുന്നു ബിക്കോസ് ഓഫ് ദിസ് ലിപ്പിഡ് മെറ്റീരിയൽ ഡെപ്പോസിഷൻ. സോ ഇവിടെ ലിപ്പിഡ്സ് വന്ന് അടിയുകയാണ്. മോസ്റ്റ് കോമൺ ആണെന്ന് പറഞ്ഞു. കോസ് സിഗ്നിഫിക്കന്റ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാക്കാം. കൊറോണറി സെറിബ്രൽ അങ്ങനെയൊക്കെയുള്ള ബ്ലോക്കേജ് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഈ എന്തൊക്കെയാണ് ഇന്റിമൽ ലെയറിലെ ഈ എൻഡോത്തീലിയൽ സെൽസിന് ക്രോണിക് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ? അപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാക്കാം. ഒന്ന് നോൺ മോഡിഫയബിൾ ആണ്. രണ്ടാമത്തത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്, മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മൂന്നാമത്തത് അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഈ നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതിൽ മാറ്റം വരുത്താൻ ഒന്നിനും പറ്റില്ല. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് ഉദാഹരണം ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഇത് ജനറ്റിക് ആണ്, പോളിജനിക് ആണ്, ഓട്ടോസോമൽ ഡോമിനന്റ് കണ്ടീഷൻ ആണ്. പക്ഷേ ഇതിന്റെ ഒരു ഗുണം വളരെ കുറഞ്ഞ ആൾക്കാരിലേ ഇത് ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏജ് ആണ്, പ്രായമാണ്. പ്രായം കൂടുന്തോറും റിസ്ക് കൂടും. ഒരു 40 to 60 വയസ്സ് ആകുമ്പോഴത്തേക്കും റിസ്ക് കൂടുതലായി തുടങ്ങും. കൂടുതൽ പേഷ്യന്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇതിൽ തന്നെയാണ്. സോ ഏജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ. മൂന്നാമത്തത് ജെൻഡർ ആണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ. സ്ത്രീകളിൽ പ്രീ മെനപ്പോസൽ പീരീഡിൽ, മെനപ്പോസ് ആവുന്നതിന് മുമ്പ് റിസ്ക് കുറവാണ്. സോ ഫീമെയിൽസിൽ അപ്പോൾ ഇത് റിസ്ക് കുറവാണ്, കാരണം ഈസ്ട്രോജൻ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് മെനപ്പോസിൽ, മെനപ്പോസിന് ശേഷം ഇഫ് ദേ ആർ ടേക്കിംഗ് ഈസ്ട്രോജൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് ഭയങ്കരമായിട്ട് കൂടും. പോസ്റ്റ് മെനപ്പോസിൽ ഈസ്ട്രോജൻ എടുത്തില്ലെങ്കിലും മെയിൽ ടു ഫീമെയിൽ റിസ്ക് സെയിം ആണ്. സോ പോസ്റ്റ് മെനപ്പോസിൽ ഈസ്ട്രോജൻ ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇൻഡിപെൻഡന്റ് മേജർ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സിറം കൊളസ്ട്രോൾ ലെവൽ ഉയരുക എന്നുള്ളതാണ്. സിറം കൊളസ്ട്രോൾ ഉദാഹരണത്തിന് ഡിക്രീസ്ഡ് HDL കുറഞ്ഞിരിക്കുകയും ഇൻക്രീസ്ഡ് LDL
LDL എന്ന് പറയുന്നത് ദോഷം, ചീത്ത കൊളസ്ട്രോൾ, ഇത് നല്ല കൊളസ്ട്രോൾ, ഇത് രണ്ടും കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്ക് ഫാക്ടർ കൂടും. സത്യത്തിൽ ഭക്ഷണത്തിൽ നിന്നുള്ള ഇപ്പോൾ എഗ് യോക്കോ ആനിമൽ ഫാറ്റോ ബട്ടർ ഇതല്ല പ്രധാനം. കാരണം 85-90% കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറിൽ തന്നെയാണ്. പുതിയ ഇപ്പോൾ ഫിഷ് ഓയിൽ, അതിനകത്തേക്കുള്ള omega-3 ഫാറ്റി ആസിഡ്, സോ ഇതൊക്കെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ട്രാൻസ് ഫാറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് റിസ്ക് കൂടും. റെഗുലർ എക്സസൈസ് കൊണ്ട് നമുക്ക് റിസ്ക് കുറയ്ക്കാം. അതുകൊണ്ടാണ് നമ്മൾ മോഡിഫയബിൾ പെടുത്തുക. ദെൻ ഒരാൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ ലെവലൊക്കെ ഉയരും. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഡ്രഗ് കൊടുക്കാം, മരുന്നുകൾ കഴിക്കാം. ദെൻ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റുക. സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ പ്രശ്നം എന്താ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. അപ്പോൾ അത് ഹൈപ്പോക്സി ഉണ്ടാക്കാം. അങ്ങനെയുള്ള പ്രശ്നം. ആൽക്കഹോളിസം, കുറച്ച് ആൽക്കഹോൾ കഴിക്കുന്ന നല്ലതാണെന്നാണ് പറയുക. പക്ഷേ സ്ഥിരം മദ്യപാനം എന്ന് പറയുന്ന ശീലം റിസ്ക് ഫാക്ടർ കൂട്ടും. ദെൻ ഹൈപ്പർ ടെൻഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓൾറെഡി പല കാര്യങ്ങൾ കണ്ടു. റിസ്ക് ഫാക്ടർ MI IHD 60% കൂട്ടാം. ദെൻ ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെയുള്ളതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇതുമൂലം ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ടാക്കാം. അപ്പോൾ MI റിസ്ക് ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാം. ദെൻ ലോവർ എക്സ്ട്രീമിറ്റീസിലെ ഗാംഗ്രീൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാം. സോ ഇതെല്ലാം മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആണ്. ഇനി ഇതുപോലെ പറയാവുന്നത് ചില ഇൻഫെക്ഷൻസ് ആണ്. ഉദാഹരണത്തിന് വൈറസ് ഇൻഫെക്ഷൻ നമ്മൾ ഹെർപ്പസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. ദെൻ CMV സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ. ദെൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ പറയുന്നത് ക്ലാമിഡിയ ന്യൂമോണിയ അതൊക്കെ വന്നു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ ആയിട്ട് കൂട്ടുന്നുണ്ട്. സോ ഈ ഇൻഫെക്ഷൻ പിടിക്കാതെ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോഡിഫയബിൾ പെടുത്തിയത്. അഡീഷണൽ റിസ്ക് ഫാക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇനി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആർ ഇന്റിമേറ്റ്ലി റിലേറ്റഡ് ടു അത്തീറോസ്ക്ലിറോസിസ്. സോ ഇൻഫ്ലമേഷൻ്റെ ഒരു മാർക്കറാണ് നമ്മൾ C-reactive protein or CRP. റിലയബിൾ മാർക്കറാണ്. MI സ്ട്രോക്ക് PVDs ഒക്കെ ഉണ്ടാവാനുള്ള ആ ചാൻസ് നമുക്കറിയാൻ പറ്റും. സോ റിസ്ക് റിഡക്ഷൻ്റെ എഫക്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് CRP നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഹൈപ്പർ ഉയർന്നു നിൽക്കുന്ന ഹോമോസിസ്റ്റിനീമിയാണ്. ഹോമോസിസ്റ്റിനീമിയ കണ്ടീഷൻ. സോ ഇതൊരു അത്തീറോസ്ക്ലിറോസുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഹോമോസിസ്റ്റിൻ ലെവൽ എന്ന് പറയുന്നത് 100 മൈക്രോ മോൾ പെർ ലിറ്റർ. അതിലും ഉയർന്നു കഴിഞ്ഞാൽ ഇതൊരു ഇൻബോൺ മെറ്റബോളിക് എററാണ്. സോ ഹോമോസിസ്റ്റിന്റെ അളവ് ഉയർന്നു നിൽക്കുന്നതും ഇതിന്റെ ഒരു സംഭവമാണ്. ദെൻ പിന്നെ ഉള്ളത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അസോസിയേറ്റഡ് വിത്ത് സെൻട്രൽ ഒബിസിറ്റി, അമിതവണ്ണം ഉണ്ട്, അയാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഒബിസിറ്റി ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ദെൻ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, ഹൈപ്പർ ഡിസ്ലിപ്പിഡീമിയ ഉണ്ട്, ഹൈപ്പർ കൊയാഗിലിറ്റി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ അത് റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദെൻ ലിപ്പോപ്രോട്ടീൻ A ഈസ് എ മാർക്കർ. ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്നത് ഉയർന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് റിസ്ക് ഫാക്ടർ ഓഫ് അത്തീറോസ്ക്ലിറോസ് ആണ്. LDLന്റെ ഒരു ഓൾട്ടേർഡ് ഫോം ആണ് ഈ ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്നത്. LDL അപ്പോപ്രോട്ടീൻ B100ഉം അപ്പോൾ Aയുമായിട്ട് ജോയിന്റ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആയി കഴിഞ്ഞാലാണ് ലിപ്പോപ്രോട്ടീൻ A വർദ്ധിക്കുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീമോസ്റ്റാസിസ്, ഇൻക്രീസ്ഡ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ ഇൻഹിബിറ്റർ, ദെൻ ത്രോംബിൻ, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഫാക്ടേഴ്സ്, ഇതൊക്കെ റിസ്ക് കൂട്ടും. ദെൻ ടൈപ്പ് A പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉദാഹരണത്തിന് മോർ ആങ്ഷ്യസ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ റിസ്ക് വിൽ ബി ഹയർ. ഇപ്പോൾ പാത്തോജനസിസിൽ നമ്മൾ പറയുന്നത് റിയാക്ഷൻ ടു ഇഞ്ചുറി ഹൈപ്പോത്തിസിസ് ആണ്. ഇപ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നേരത്തെയുള്ള വിർച്വലിന്റെ ഒക്കെ തിയറികളൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇത്. സോ ഇവിടെ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ആൻഡ് ഹീലിംഗ് റെസ്പോൺസ് ഉണ്ട്. ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് റെസ്പോൺസ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇത് അതിന്റെ ഇന്റിമ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുകയാണ്. ഇന്റിമയിൽ ഇവിടെ ദിസ് ഈസ് ദ എൻഡോത്തീലിയൽ സെൽസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. എൻഡോത്തീലിയൽ സെൽസിന്റെ അവിടെയാണ് ഇഞ്ചുറി ഉള്ളത്. സോ സ്റ്റെപ്സ് ഓഫ് പാത്തോജനസിസ് നമ്പർ 1 ഈസ് എൻഡോത്തീലിയൽ ഇഞ്ചുറി ആണ്. എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ട് ആൻഡ് എൻഡോത്തീലിയൽ സെൽസ് വിൽ കം ഡിസ്ഫങ്ഷണൽ ആകുന്നു എന്നുള്ളതാണ്. എൻഡോത്തീലിയൽ ഇഞ്ചുറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഹീമോഡൈനാമിക് ഡിസ്റ്റർബൻസ് ആകാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആകാം, അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണ് പ്രധാനപ്പെട്ടത്. സോ ട്യൂണിക്ക ഇൻറ്റിമയ്ക്ക് സം കൈൻഡ് ഓഫ് ഡാമേജ് ഉണ്ട്. എന്തെങ്കിലും തകരാറുള്ള എൻഡോത്തീലിയൽ സെൽസിനാണ് ആദ്യം ലീഷൻസ് ഉണ്ടാവുക. സപ്പോസ് ഈ എൻഡോത്തീലിയൽ സെൽസ് ഇങ്ങനെ ചേർന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ തകരാറ് വരുമ്പോഴത്തേക്കും ദിസ് വിൽ പ്രൊഡ്യൂസ് സർട്ടൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്റർലൂക്കിൻ 1 റിലീസ് ചെയ്യാം, TNF പോലുള്ളവ റിലീസ് ചെയ്യാം. ദെൻ വാസ്കുലാർ എൻഡോത്തീലിയൽ അഡ്ഹഷൻ മോളിക്യൂൾ VCAM1 പോലുള്ളവ റിലീസ്. സോ VCAM ഒക്കെ വന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതങ്ങനെ ചുരുങ്ങുകയാണ്. എൻഡോത്തീലിയൽ സെൽസ് ചുരുങ്ങുന്നു. ഉദാഹരണത്തിന് എൻഡോത്തീലിയൽ സെൽസ് നേരത്തെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അതാ ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു എന്നുള്ളത്. സോ സബ് എൻഡോത്തീലിയൽ സ്പേസ്, താഴത്തുള്ള സബ് എൻഡോത്തീലിയൽ സ്പേസിലേക്ക് ഇവിടെ കൂടുതലായിട്ട് ഈ ഗ്യാപ്പിലൂടെ സംഭവങ്ങൾക്കൊക്കെ ഇങ്ങോട്ടേക്ക് പോകാം എന്നുള്ളത്. സോ കൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു, ഗ്യാപ്പ് ഉണ്ടാകുന്നു. സോ ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി ആരൊക്കെ കടന്നു പോകും? ബ്ലഡിനകത്ത് ആരൊക്കെ ഉണ്ട് അവരൊക്കെ അതിനകത്തേക്ക് കടന്നു പോകാം. ഉദാഹരണത്തിന് ല്യൂക്കോസൈറ്റ്സ് എല്ലാം മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് പോലുള്ളവ കൂടുതലായിട്ട് ഇവിടെ വന്ന് ചേരുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ഇവിടെ വന്ന് ചേരുന്നു. സോ എൻഡോത്തീലിയൽ സെൽ
ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് നടക്കുമോ? ഹീമോഡൈനാമിക് ഡിസ്റ്റർബൻസ് മൂലം അവിടെ ഒരു ടർബുലൻസ് ഉണ്ടാകും, സ്റ്റാസ് ഉണ്ടാകും. സാധാരണ രീതിയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്രിപ്പിൾ ലൈക്ക് ഫാക്ടർ 2 എന്ന് പറയുന്ന സംഭവമാണ്. ക്രിപ്പിൾ ലൈക്ക് ഫാക്ടർ 2. സോ ഇത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ വഴിയാണ് അതെല്ലാം ഇല്ലാതെയാകും. സോ എൻഡോത്തീലിയൽ സെൽ ഇഞ്ചുറി ഉണ്ടാകുന്നു. ഇവിടേക്ക് അപ്പം മോണോസൈറ്റ്സ് ഇവിടെ വന്ന് ചേരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിംഫോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം റിക്രൂട്ടഡ് ആകുന്നു. റിക്രൂട്ടഡ് ആയ സ്റ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അഡ്ഹിയർ ചെയ്യുന്നു, ഒട്ടിച്ചേരുന്നു. സോ ഇങ്ങനെ റിക്രൂട്ടഡ് ആയ അഡ്ഹിയർ ചെയ്ത മോണോസൈറ്റ്സ് എല്ലാം ഒട്ടിച്ചേർന്ന് ട്യൂണിക്ക ഇന്റിമയിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ അഡ്ഹഷൻ ആൻഡ് മൈഗ്രേഷൻ ഓഫ് ബ്ലഡ് സെൽസ് അറ്റ് ദ എൻഡോത്തീലിയൽ ഇഞ്ചുറി. സോ ഇതാണ് ഫസ്റ്റ് കാര്യം നടക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് അല്ല, സത്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇവരുടെ ബ്ലഡിൽ LDL കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുണ്ട്. ദർ ഈസ് അക്യൂമുലേഷൻ. സോ അക്യൂമുലേഷൻ ഓഫ് ലിപ്പോപ്രോട്ടീൻസ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ആരൊക്കെയാണ്? LDL അക്യൂമുലേറ്റ് ചെയ്യാം, ദെൻ ഓക്സിഡൈസ്ഡ് LDL ഒക്കെ അക്യൂമുലേറ്റ് ചെയ്യാം. സോ ക്രോണിക് ഹൈപ്പർലിപ്പിഡീമിയ ഉള്ളവരിൽ എക്സസ് LDL ഉണ്ട്. സോ ഈ ഇഞ്ചുറി ഉള്ള സ്ഥലത്ത് ഈ സംഭവം എക്സസ് LDL വന്ന് ഇന്റിമേൽ ഒട്ടിച്ചേരും. സോ ഇഞ്ചുറി ഇല്ലാതെയും LDL വന്ന് ഇവിടെ ഒട്ടിച്ചേരാട്ടോ. പക്ഷെ അതിനെ നമ്മൾ ടൈപ്പ് 1 ഓർ ഇനീഷ്യൽ ഇന്റിമൽ ഫാറ്റി ഡോട്ട്സ് എന്നാണ് വിളിക്കുക. ടൈപ്പ് 1 ഫാറ്റി ഡോട്ട്സ് എന്നാണ് വിളിക്കുക. അത് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ പിടിക്കാം. പക്ഷെ അതൊരു പ്രശ്നക്കാരനല്ല. പക്ഷെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഫാറ്റ് ഒട്ടിച്ചേർന്നിട്ട് പിന്നീട് അത് ഉണ്ടാകുന്നതാണ് ഫാറ്റി സ്ട്രീക്ക് ആയിട്ട് മാറുകയാണ്. ഫാറ്റി സ്ട്രീക്സ് ആയിട്ട് മാറുന്നു. അതാണ് ടൈപ്പ് 2 ലീഷൻ. ടൈപ്പ് 2 ലീഷൻ ആണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വിസിബിൾ ലീഷൻസ് ഓഫ് അത്തീറോസ്ക്ലീറോസിസ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റി സ്ട്രീക്ക് ആണ്. പക്ഷെ ഫാറ്റി സ്ട്രീക്ക് വന്നതുകൊണ്ടും അവർക്ക് മറ്റേത് വരണമെന്നൊന്നുമില്ല. കൊളസ്ട്രോൾ പിന്നെ അകത്തോട്ട് കയറുന്ന അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ലിപ്പിഡ്സ് കയറുന്ന അനുസരിച്ചിരിക്കും. സോ ലിപ്പോപ്രോട്ടീൻസ് അവിടെയുള്ള ഫ്രീ റാഡിക്കൽസ് ഒക്കെ ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് ലിപ്പോപ്രോട്ടീനും ഇങ്ങോട്ട് കിടക്കുന്നു. ഓക്സിഡൈസ്ഡ് ലിപ്പോപ്രോട്ടീൻസ് എല്ലാം ഇങ്ങത്തേക്ക് കയറുന്നു. സോ ഫാറ്റി സ്ട്രീക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സോ അപ്പോൾ തേർഡ് സ്റ്റേജിൽ ദിസ് എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത മോണോസൈറ്റ്സ് ഇപ്പോൾ ആരാണ്? മോണോസൈറ്റ്സ് ഈസ് നൗ മാക്രോഫേജസ് എന്നാണ് ഇവയുടെ പേര്. നമ്മുടെ ചുരുളിപ്പാലം പോലെയാണ്. ബ്ലഡിൽ നിന്ന് പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മോണോസൈറ്റ്സ് എല്ലാം മാക്രോഫേജസ് ആണ്. മാക്രോഫേജസ് ഇവിടെ വെച്ചിട്ട് ആക്ടിവേറ്റഡ് ആകുന്നു. ആൻഡ് ദിസ് വിൽ റിലീസ് സെവറൽ മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യും. ഇപ്പോൾ എൻഡോത്തീലിയൽ സെൽസിന്റെ അടിയിലുള്ള ലെയർ ഏതാണ്? അടിയിലുള്ള ലെയർ ഈസ് എന്താണ്? ട്യൂണിക്ക മീഡിയ ആണ്. ട്യൂണിക്ക മീഡിയയിൽ എന്താണുള്ളത്? സ്മൂത്ത് മസിൽസ് ധാരാളമായിട്ട് ഇങ്ങനെയുണ്ട്. ധാരാളം സ്മൂത്ത് മസിൽസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ മീഡിയേറ്റേഴ്സ് വഴി ഈ സ്മൂത്ത് മസിൽ സെൽസിനെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെന്റ്. ഇങ്ങോട്ടേക്ക് സ്മൂത്ത് മസിൽസിനെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട്മെന്റ് ആൻഡ് മൈഗ്രേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ടു ദ ട്യൂണിക്ക ഇന്റിമ ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ അടുത്ത സ്റ്റെപ്പിൽ ഈ മാക്രോഫേജസും സ്മൂത്ത് മസിലും, എസ്പെഷ്യലി ഈ മാക്രോഫേജസ്, ഇതാണ് മാക്രോഫേജസ്, ദേ വിൽ ഫാഗോസൈറ്റോസ് ദിസ് ലിപ്പിഡ്സ്. അകത്ത് കയറിയ ഈ ലിപ്പിഡ് ഇങ്ങനെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. അകത്ത് കയറിയ ലിപ്പിഡിനെ ഫാഗോസൈറ്റോസ് ചെയ്യുന്നു. സോ ലിപ്പിഡ് ഇൻജസ്റ്റഡ് ആൻഡ് ഓക്സിഡൈസ്ഡ് ലിപ്പിഡ് ഇൻജസ്റ്റ് ചെയ്ത ഫാഗോസൈറ്റോസ് ചെയ്ത മാക്രോഫേജസിനെ നമ്മളിപ്പോൾ വിളിക്കുക. സോ ഇതൊരു മാക്രോഫേജസ് ആണ്. ലിപ്പിഡ് ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഫോം സെൽസ് എന്നാണ് വിളിക്കുക. ഫോം സെൽസ്. സോ ഫാറ്റി സ്ട്രീക്കിനകത്ത് കുറച്ച് ഫോം സെൽസ് കൂടിയായി ലിപ്പിഡ് ഇൻജസ്റ്റ് ചെയ്ത മാക്രോഫേജസ് കൂടി ഉണ്ടാകും. അതാണ് ഒരു ഏർലിയസ്റ്റ് ലീഷൻസ് ഉണ്ടാകും. ഈ ഓക്സിഡൈസ്ഡ് ലിപ്പിഡ്സ് LDL, ഈ മാക്രോഫേജ്, ഇത് മാക്രോഫേജ് ആണെങ്കിൽ ഈ ഓക്സിഡൈസ്ഡ് LDL എങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത് ഉപയോഗിക്കുന്നത് സ്കാവെഞ്ചർ റിസപ്റ്റർ വഴിയാണ് ഇത് ഇതിനകത്തേക്ക് കയറുന്നത്. സോ ഈ ലിപ്പിഡ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മാക്രോഫേജസിന് പറ്റില്ല. അങ്ങനെയാണ് ലിപ്പിഡ് ഫിൽഡ് മാക്രോഫേജസ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഫോം സെൽസ് എന്ന് വിളിക്കുക. സോ ഇതേപോലെ ഈ സ്മൂത്ത് മസിൽ സെൽസും കുറച്ച് ഫാറ്റ് ഒക്കെ അകത്തേക്ക് എടുക്കുന്നുണ്ട്. അത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് LDLR റിലേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വഴിയാണ്. ഇപ്പോൾ ഇത് സ്മൂത്ത് മസിൽ ആണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഫാറ്റ് കയറുന്നുണ്ട്. പക്ഷേ ഫോം സെൽസ് എന്ന് വിളിക്കുന്നത് ഈ മാക്രോഫേജസിനെയാണ് നമ്മൾ വിളിക്കുക. സോ നൗ ലിപ്പിഡ് ലേഡൻ മാക്രോഫേജസ്, ഇത് ലിപ്പിഡ് ലേഡൻ മാക്രോഫേജസ് ആണ്. ദെൻ കുറച്ച് സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഈ ബ്ലഡ് വെസൽസിന്റെ ഇന്റിമൽ ഭാഗത്ത് ഒരു ഫാറ്റി സ്ട്രീക്ക് ഉണ്ടാകുന്നു എന്ന് പറയും. ആൻഡ് ഇത് ഉണ്ടായത് കൊണ്ട് മാത്രം ബ്ലഡ് ഫ്ലോ ഡിസ്റ്റർബൻസ് ഉണ്ടാവണം എന്നില്ല. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വന്ന മോണോസൈറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് മാക്രോഫേജസ് ആണ്. ദെൻ എത്തിയ പ്ലേറ്റ്ലെറ്റ്സ്, ഇവയിൽ നിന്നെല്ലാം റിലീസ് ചെയ്ത പല മീഡിയേറ്റേഴ്സ്, ഉദാഹരണത്തിന് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, ദെൻ അതർ ഗ്രോത്ത് ഫാക്ടേഴ്സ്, തന്നെ FGF റിലീസ് ചെയ്തിട്ടുണ്ട്, TGF ആൽഫ. സോ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ മീഡിയേറ്റേഴ്സ്, ഇതൊക്കെല്ലാം ഇതിനെ ഈ സ്മൂത്ത് മസിൽ സെൽസിനെ കൂടുതലായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. സോ സ്മൂത്ത് മസിൽ സെൽസ് കൂടുതലായിട്ട് ഇവിടെ പ്രോലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാസ്കുലാർ ലൂമനിലേക്ക്, ഇതാണ് ലൂമനിലേക്ക് എൻഡോത്തീലിയൽ സെൽസിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പുഷ് ചെയ്യുകയാണ്. സോ എൻഡോത്തീലിയൽ സെൽസ് ഇപ്പോൾ ഇവിടെ എത്തി. കാരണം ഇതിന്റെ അടിവശം സബ് എൻഡോത്തീലിയൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഇത്
ഇങ്ങോട്ടേക്ക് ഒന്ന് പുഷ് ചെയ്യുകയാണ്. സോ ഇപ്പൊ ഇതിനെ ഒരു ടൈപ്പ് 3 ഇന്റർമീഡിയറ്റ് ലീഷൻസ് ആണ് മോർഫോളജിക്കലി ടൈപ്പ് 3 ഇന്റർമീഡിയറ്റ് ലീഷൻസ് എന്ന് വിളിക്കാം. ആൻഡ് അതിനുശേഷം വീണ്ടും കൂടുതലായിട്ട് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ലിപ്പിഡ് ഡെപ്പോസിഷൻ ഉണ്ട്, കൊളാജൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവവും കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ലീഷൻസ് നമ്മൾ മാത്രം വരച്ചു കഴിഞ്ഞാൽ ഒരു ലിപ്പിഡ് ഡെബ്രിസ്, ഇത് ലിപ്പിഡ് ആണെങ്കിൽ ഒരു ലിപ്പിഡ് ഡെബ്രിസ് നടുവിലുണ്ടാകും. അതാണ് സെൻട്രൽ ഫാറ്റ് ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ചുറ്റും കുറച്ച് കൊളാജൻ, ഇത് കൊളാജൻ, ഞാൻ ഒറ്റ പേനയാണ് ഉപയോഗിക്കുക, കളർ മാറ്റിയ സമയം പോകും. സോ ഇതൊരു കൊളാജൻ ലെയർ ആണെന്ന് വിചാരിക്കുക. ദെൻ അതിന്റെ ചുറ്റും T ലിംഫോസൈറ്റ്സ് പോലെയുള്ള ലിംഫോസൈറ്റ്സ് ഉണ്ടാകും. ഇതിന് ചുറ്റും വലിയ നമ്മുടെ ഫോം സെൽസ്, ലിപ്പിഡ് ലേഡൻ ഫോം സെൽസ് ഇങ്ങനെ ഉണ്ടാകും. ആൻഡ് സ്മൂത്ത് മസിൽ വിത്ത് ഫാറ്റ് ഇൻസൈഡ്, സ്മൂത്ത് മസിൽസും ഇതിന് ചുറ്റും ഇങ്ങനെ ഉണ്ടാകും. ആൻഡ് പ്രൊലിഫറേറ്റഡ് സ്മൂത്ത് മസിൽസ് എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഈ സംഭവം, ഇതിനെയാണ് നമ്മൾ അത്തീറോമ എന്ന് വിളിക്കുക. അത്തീറോമ എന്നാണ് നമ്മൾ. സോ ഇതാണ് ടൈപ്പ് 4 ലീഷൻ. അത്തീറോമ ഈസ് ടൈപ്പ് 4. മോർഫോളജിക്കലി നമ്മൾ ലീഷൻ പറയുമ്പോൾ ടൈപ്പ് 4 ലീഷൻ ഈസ് അത്തീറോമ ആണ്, അത്തീറോമാറ്റസ് ലീഷൻ. സോ ഇത് നൗ ഇറ്റ് ബിക്കംസ് പ്രൊട്രൂഡ്, അങ്ങോട്ട് പുറത്തേക്ക് പ്രൊട്രൂഡഡ് ആണ്, ലൂമിനൽ വാളിനകത്തേക്ക് പ്രൊട്രൂഡ്. സോ ഇതിന് നമ്മൾ വേറെ പേര് പറഞ്ഞത് അത്തീറോമാറ്റസ് പ്ലേഗ് എന്നാണ്, അല്ലെങ്കിൽ അത്തീറോസ്ക്ലീറോട്ടിക് പ്ലേഗ് ആയിട്ട് രക്തക്കുഴൽ ബ്ലഡ് ഫ്ലോക്ക്. സോ ഇങ്ങോട്ടേക്ക് തള്ളി വരുമ്പോഴത്തേക്കും രക്തക്കുഴലിലേക്ക് തടസ്സം, രക്തക്കുഴലിനകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് അത്തീറോമ ആയിട്ട് മാറും. ആൻഡ് ഇതിനൊരു ഏകദേശം ഒരു യെല്ലോ കളറാണ്, യെല്ലോ ടാൻ കളറാണ് ഈ അത്തീറോമാസ് ഉള്ളത്. ഇപ്പൊ ഫോർമേഷൻ ഓഫ് അത്തീറോമ ആയിരുന്നു ആ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെച്ചുറേഷൻ ആണ്. മെച്ചുറേഷൻ ഓഫ് അത്തീറോമയെ മെച്ചുർ ചെയ്യുക. മെച്ചുർ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും, ഈ അത്തീറോമയുടെ ചുറ്റും എന്തുണ്ടാവണം? ചുറ്റും ഒരു ഫൈബ്രസ് ക്യാപ്പ് ഉണ്ടാകലാണ് ഇതാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു ഫൈബ്രസ് ക്യാപ്പ് ഉണ്ടാകലാണ് മെച്ചുറേഷൻ. സോ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, കൊളാജൻ, അതർ ഫൈബ്രസ്, ഇലാസ്റ്റിക് ഫൈബേഴ്സ്, പ്രോട്ടിയോഗ്ലൈക്കാൻസ്, സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതിന് ചുറ്റും വന്നു കഴിയുമ്പോൾ ഇതിനാണ് നമ്മൾ ടൈപ്പ് 5 ലീഷൻസ് എന്ന് പറയുന്നത്. സോ ടൈപ്പ് 4 പോയി ഇപ്പൊ ടൈപ്പ് 5 ലീഷൻസ് ആയിട്ട് മാറുന്നു. ഫൈബ്രോ അത്തീറോമ, അപ്പൊ അതിന്റെ പേര് ഫൈബ്രോ അത്തീറോമ എന്നാണ്. സോ ഫൈബ്രോ അത്തീറോമയുടെ ഗുണം ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഗിവ് എ സ്റ്റെബിലിറ്റി ടു അത്തീറോസ്ക്ലീറോട്ടിക് ലീഷൻസ്. സോ അപ്പൊ ഇനി വീണ്ടും ഇതിനകത്തേക്ക് സൂപ്പർ ആഡഡ് കാൽസിഫിക്കേഷൻ, മോർ ആൻഡ് മോർ പ്ലേറ്റ്ലെറ്റ്. സോ ഇതിനകത്ത് പ്ലേറ്റ്ലെറ്റ് ഒക്കെ വന്ന് പിടിക്കാമെന്നായിരിക്കും. ഒക്കെ വന്നു കഴിയുമ്പോൾ മോർഫോളജിക്കലി അപ്പോൾ ഒരു ടൈപ്പ് 6 അത്തീറോമാറ്റസ് പ്ലേക്ക് ആയി. കോംപ്ലിക്കേറ്റഡ് ലീഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഇറ്റ് വിൽ ബിക്കം അടുത്തത് കോംപ്ലിക്കേറ്റഡ് ലീഷൻ ആയി. സോ ഇനി സൂപ്പർ ഇമ്പോസ് ത്രോംബസ് എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിന്റെ കെട്ടുകളാണ്. അത് വന്നു കഴിയുമ്പോൾ യെല്ലോ കളർ മാറി ഒരു റെഡിഷ് ബ്രൗൺ കളറാകും. സോ ദിസ് വിൽ ബിക്കം റെഡിഷ് ബ്രൗൺ കളറായി ബ്ലഡ് വെസൽസിന് നടുവിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് കൂടുതൽ ബ്ലഡ് ഫ്ലോക്ക് തടസ്സമാകുന്ന രീതിയിലെത്തുമ്പോൾ ഈ സംഭവം ദിസ് വിൽ ബിക്കം സീരിയസ് കണ്ടീഷൻ, കോംപ്ലിക്കേറ്റഡ് ആയി കണ്ടീഷൻസ് ആണ്. ഈ പ്ലേക്കിനെ നമ്മൾ സാധാരണ സ്റ്റേബിൾ പ്ലേക്ക്, വൾണറബിൾ പ്ലേക്ക് എന്നൊക്കെ പറയുന്നതിന് കാരണം സ്റ്റേബിൾ പ്ലേക്ക് ആണെങ്കിൽ ഇഫ് ദ പ്ലേക്ക് സ്റ്റേബിൾ, പൊട്ടാൻ ചാൻസ് കുറവാകുമ്പോൾ ഡെൻസ് ആയിട്ടുള്ള ഫൈബ്രസ് ക്യാപ്പ് ഡെൻസ് ആണ്. ആൻഡ് ഇതിനകത്ത് മിനിമൽ കുറച്ച് മാത്രമേ ലിപ്പിഡ് അക്യൂമുലേഷൻ ഉള്ളൂ. ലിപ്പിഡ് അക്യൂമുലേഷൻ കുറവാണ്. ആൻഡ് ദർ ഈസ് നോ ഇൻഫ്ലമേഷൻ. അവിടെ ഇൻഫ്ലമേഷൻ കുറവായിരിക്കും, ഇല്ല എന്നല്ല, കുറവായിരിക്കും. പക്ഷേ ഇഫ് ദ പ്ലേക്ക് ഈസ് വൾണറബിൾ പ്ലേക്ക് എന്ന് പറയുന്നത് ഫൈബ്രസ് ക്യാപ്പ്, ആ മുകളിലുള്ള ഫൈബ്രസ് ക്യാപ്പ് എന്ന് പറയുന്നത് തിന്നാണ്, വളരെ തിന്നാണ്. ആൻഡ് ലിപ്പിഡ് കോർ എന്ന് പറയുന്നത് ലാർജ് ലിപ്പിഡ് കോർ ആയിരിക്കും. ആൻഡ് അകത്ത് ഡെൻസ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ അകത്ത് നടക്കുന്നുണ്ടാകും. സോ അങ്ങനെയുള്ള പ്ലേക്കുകളാണ് വൾണറബിൾ പ്ലേക്ക്, പൊട്ടാനുള്ള ചാൻസ് ഉള്ളത് ഇങ്ങനെയുള്ള പ്ലേക്കുകളാണ്. ഇനി ഈ ആർട്ടറീസിൽ ഇത്തരം അത്തീറോസ്ക്ലീറോട്ടിക് പ്ലേക്ക് എവിടെയെല്ലാമാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സോ ദ ഫസ്റ്റ് വൺ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ലോവർ അബ്ഡോമിനൽ അയോട്ടയിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലം. എന്ന് വെച്ചാൽ റീനൽ ആർട്ടറീസ്, ഇപ്പോൾ റീനൽ ആർട്ടറി, ഇത് റീനൽ ആർട്ടറി ആണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയും ഇലിയാക് ആർട്ടറി ആയിട്ട് ഇങ്ങോട്ട് തിരിയുന്ന ഭാഗത്തിന് തൊട്ട് മുകളിലും ഏകദേശം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്ലേക്ക് ഉണ്ടാകുന്നത്. അത്തീറോസ്ക്ലീറോട്ടിക് പ്ലേക്ക് ഉണ്ടാകുന്ന നമ്പർ 1 പൊസിഷൻ ഇവിടെയാണ്. രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നമുക്കറിയാം ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് കൊറോണറി ആർട്ടറീസിലാണ്. കൊറോണറി ആർട്ടറീസ് തന്നെ ഇടതുവശത്തേക്കുള്ള ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറീസിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഉള്ളത് റൈറ്റ് കൊറോണറി ആർട്ടറി ആണ്. പിന്നെ ഉള്ളത് ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറി. ഇങ്ങനെയുള്ള ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടേക്കാണ് കൂടുതൽ ചാൻസ് ഉണ്ടാകാനുള്ളത്. ഈ 3 സ്ഥലത്താണ് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് പറയാം. ദെൻ പിന്നെ ഉള്ളത് പോപ്ലിറ്റിയൽ ആർട്ടറീസിൽ വരാം. ദെൻ ഡിസെൻഡിങ് തൊറാസിക് ആർട്ടറിയിൽ വരാം. ദെൻ ഇന്റേണൽ കരോട്ടിഡിൽ വരാം. ആൻഡ് പിന്നെ ഉള്ളത് ലീസ്റ്റ് കോമൺ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് വില്ലിസ് ആണ്. സർക്കിൾ ഓഫ് വില്ലിസിലാണ് ഏറ്റവും കുറവ്. സോ ഇതൊക്കെയാണ് മേജർ സൈറ്റ്സ്. ഫൈനലി ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആൻഡ് ക്ലിനിക്കൽ എഫക്ട്സ് നമ്മൾ പറഞ്ഞാൽ, സോ ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ടേക്കാണെന്ന് വിചാരിക്കുക. ഇവിടെ
സീറോമ പ്ലേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ പ്ലേക്ക് മൂലം ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കുറയും, ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഇഷ്കീമിയ, ആ ഭാഗത്ത് ബ്ലഡ് ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ സെല്ലുകൾക്ക് അട്രോഫി സംഭവിക്കും. ദെൻ ഇത് പൊട്ടുകയാണെന്ന് വിചാരിക്കുക, സഡൻ റപ്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫാർഷൻ ആയിരിക്കും നടക്കുക അല്ലെ. ഇൻഫാർഷൻ നടക്കാം, ആ ഭാഗത്ത് നശിച്ചു പോകാൻ നെക്രോസിസ് ഉണ്ട്. ഇനി ഇത് ഇവിടുന്ന് ഇളകി പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലോ ഡിസ്ലോഡ്ജ് ചെയ്ത് മറ്റു ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ത്രോംബൈ ഉണ്ടാകാം, ആ ഭാഗത്ത് തടസ്സം വന്ന് എംബോളിസം ഉണ്ടാകാം. ദെൻ ഫോർമേഷൻ ഓഫ് അന്യൂറിസം ആൻഡ് റപ്ചർ, ഈ ഭാഗം കൊണ്ട് പൊട്ടിപ്പോകാവുന്ന സംഭവങ്ങൾ, അന്യൂറിസം ആൻഡ് റപ്ചർ ഒക്കെ ഉണ്ടാകാം, ബ്ലഡ് വെസൽസ് റപ്ചർ. സോ ക്രിട്ടിക്കൽ സ്റ്റിനോസിസ്, ഒട്ടും രക്തം പോകാത്ത കണ്ടീഷൻസ് ഒക്കെ വരാം. സോ ഹൃദയത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മയോകാർഡിയൽ ഇൻഫാർഷൻ ഉണ്ടാകാം, ഇഷ്കെമിക് ഹേർട്ട് ഡിസീസസ് ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ബ്രെയിനിലാണെങ്കിൽ സെറിബ്രൽ ഇൻഫാർഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്രോണിക് ഇഷ്കീമിക് ബ്രെയിൻ ഡാമേജ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അയോട്ടയിൽ അന്യൂറിസം ഉണ്ടാകാം, ത്രോംബോസിസ് ഉണ്ടാകാം, എംബോളിസം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇഷ്കീമിക് ഡിസീസസ് ഉണ്ടാകാം, ദെൻ ഇൻഫാർഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ലോവർ എക്സ്ട്രിമിറ്റീസിലേക്ക്, കൈകാലുകളിലേക്ക് അറ്റത്തേക്കൊക്കെ ആണെങ്കിൽ ഇന്റർമിറ്റന്റ് ക്ലൗഡിക്കേഷൻ, അങ്ങനെയുള്ള പ്രശ്നം. ദെൻ ഗാംഗ്രീൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. സോ ഇതൊക്കെയാണ് അതിന്റെ ക്ലിനിക്കൽ എഫക്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അത്തീറോസ്ക്ലീറോസിസ് ആൻഡ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.